നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തൻ്റെ ഏറ്റവും വലിയ വിമർശകൻ ആരാണ് എന്ന് ലയണൽ മെസ്സി വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പമാണ് ഏറ്റവും വലിയ വിമർശകൻ, തൻ്റെ ആദ്യ വിമർശകൻ ആരാണ് എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം പറയുന്നു, എൻ്റെ കാര്യത്തിൽ എൻ്റെ ആദ്യ വിമർശകൻ, ഏറ്റവും വലിയ വിമർശകൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് മോശം മത്സരങ്ങൾ ഞാൻ കളിച്ചിട്ടുണ്ട്, നന്നായി കളിക്കാൻ പറ്റാത്ത, ഞാൻ വളരെ ദുരന്തമായി പോയ മത്സരങ്ങൾ, അല്ലെങ്കിൽ 1-on-1 സിറ്റുവേഷനിൽ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഘട്ടങ്ങൾ, ഗോളുകൾ മിസ് ചെയ്തത്, അപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ എന്നെ വിമർശിക്കുമായിരുന്നു, എന്നോട് തന്നെ സ്വയം കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ എന്നെ അപമാനിക്കുന്ന തരത്തിൽ പലപ്പോഴും ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിമർശകൻ ഞാൻ തന്നെയാണ്. അടുത്ത കളിയിൽ കാര്യങ്ങൾ മാറ്റം വരുത്താനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു കിരീടങ്ങൾ നേടുമ്പോൾ വലിയ സന്തോഷമുണ്ടാവും. ഓരോ കിരീടം നേടുമ്പോഴും വലിയ സന്തോഷമുണ്ടാവും. പക്ഷേ ആ സന്തോഷമൊക്കെ വളരെ കുറഞ്ഞ സമയത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. കാരണം ഇപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത കളിയെക്കുറിച്ച് ചിന്തിക്കലായി. അതിനു മുമ്പ് നേടിയ കിരീടം ചിന്തിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. സോ ദി ഡേ ടു ഡേ, അങ്ങനെ ഞാൻ കാര്യങ്ങൾ കാണുന്നത്. മാച്ചസ് എല്ലാം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, നമ്മളെ മുന്നോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതെന്ത്, അത് നമ്മൾ എൻജോയ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോവുക, അതാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് ചെയ്യേണ്ടതും എന്നുകൂടി ഇപ്പോൾ ലയണൽ മെസ്സി പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ഈ രൂപത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൽഫ് ക്രിറ്റിസിസം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.